മാർക്കോ സിനിമ ഇറങ്ങാനെ കൊണ്ട് ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മുടെ ഓഡിയൻസ് സിനിമ ഇറങ്ങിയതിന് ശേഷം ഇത്രയും വലിയൊരു ഹൈപ്പിൽ കയറിയേക്കുന്ന ഒരു പടം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അടുത്ത് എനിക്കറിയപ്പെടില്ല. കാരണം അമ്മാതിരി ഹൈപ്പാണ് ഈ പടത്തിന് കൊടുത്ത് വെച്ചേക്കുന്നത്, അമ്മാതിരി ലെവലിലാണ് കയറ്റി വെച്ചേക്കുന്നത്. കാര്യം ഈ പടത്തിൻ്റെ പ്രീ പ്രൊമോഷൻ വർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ഇറ്റ്സ് പീക്കിലാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ₹1 പോലും ചിലവില്ലാതെ ചില ആൾക്കാരെ ഊമ്പിച്ചിട്ടും ഇവർ നല്ല രീതിയിലുള്ള പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ഇവർ നടത്തിയിട്ടുണ്ട്. ആൻഡ് സിനിമയുടെ ടീസർ ഇറങ്ങിയ ടൈമിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ ടീസർ കണ്ട് നമ്മളെ ഇത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യാൻ ഈ ഒരു ടീസറിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തിയേറ്ററിൽ വരുന്ന ഈ സിനിമയ്ക്കും നമ്മളെ എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ തിയേറ്ററിൽ ഈ പടം വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ പടം വേറെ റേഞ്ചിലെത്തും, വേറെ ലെവലിലെത്തുന്നുള്ളത്. ആൻഡ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു ഇത്രത്തോളം വയലൻസ് ഉള്ളൊരു പടം ഇറങ്ങുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ടായിരിക്കും അല്ലേ. അതിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം പ്രൊമോഷനും മാക്സിമം ഹൈപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുമ്പ് ആ ഒരു ഡാപ്സിയുടെ ആ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴത്തേക്കിന് ഈ ഒരു പടത്തിൻ്റെ സോങ്ങിൽ നിന്നും ഡാപ്സിനെ മാറ്റി പകരം മറ്റേ KGF സിംഗറിനെ കൊണ്ടുവച്ചു എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനം പിന്നീട് ആളുകൾ സംസാരിക്കുന്ന ചർച്ചാ വിഷയമാകുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, ടെക്നിക്കലി ഒരു ബോധമില്ലാത്ത ആൾക്കാരല്ലല്ലോ പടത്തിൻ്റെ പുറകെ പ്രവർത്തിക്കുന്നത്. ഈ പാട്ട് കേൾക്കുമ്പോൾ അവർക്ക് തന്നെ അറിയാമല്ലോ. അപ്പം ഞാൻ ചോദിച്ചൊരു സംശയമാണ്, ഇത് പടത്തിൻ്റെ നെഗറ്റീവ് പ്രൊമോഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണോ എന്ന് നമ്മളന്ന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇന്ന് അതേപോലെ മറ്റൊരു പരിപാടിയാണ് കാണിച്ചേക്കുന്നത്. മാർക്കോടെ ടീസറിൻ്റെ റീക്രിയേഷൻ ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി വരെ നടത്തി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ. അത് നിങ്ങൾക്കറിയാമല്ലോ, നമ്മളൊരു റീൽസ് ക്രിയേറ്ററാണ്. നമ്മളും സിനിമയൊക്കെ സ്വപ്നം കണ്ട് തന്നെയാണ് ടിക്ടോക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും മോജാപ്പിലും എല്ലാ പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മളും വന്നിട്ടുള്ളത്. അപ്പം എന്നെപ്പോലുള്ള ഒരുപാട് സിനിമ സ്വപ്നം കണ്ടെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. റീൽസിലൊക്കെ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ടാലൻസ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലോട്ട് ഇത്തരം ഒരു കോൺടെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിന് തീർച്ചയായിട്ടും സിനിമയിലൊക്കെ എത്താനുള്ളൊരു വഴി എന്നൊക്കെ തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കും. നേരത്തെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളെ ടാലൻ്റ് ആൾക്കാരെ കാണിക്കാൻ ഒരു ഓഡീഷന് പോകണം, അവിടെ വരെ എത്തുക, അവിടെ എത്ര ആളുകൾക്കിടയിൽ നമ്മളെ ശ്രദ്ധിക്കപ്പെടുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യമായിരുന്നു. ഇന്ന് നമ്മുടെ ടാലൻറ്റ് 4 ആൾക്കാരെ കാണിക്കാനെ കൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ മതി. കാരണം വൈഡർ ഓഡിയൻസിലോട്ട് നമ്മുടെ ടാലൻറ്റ് അവിടെ എത്തുകയാണ് അല്ലേ. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനൊരു കോൺടെസ്റ്റ് വരുമ്പോഴത്തേക്കിന് സിനിമയിൽ എത്താനുള്ള ഒരു എളുപ്പ വഴി എന്ന് കണ്ടിട്ട് അവരുടെ മാക്സിമം എഫേർട്ട് ഇട്ട് അവർ പണിയെടുക്കും അല്ലേ. ഇതിനു മുമ്പ് എന്നാലും ഈ റീൽസ് ക്രിയേറ്റേഴ്സിനൊക്കെ ആണെങ്കിൽ ഒരു ഉണ്ണാക്കാന്മാരാക്കി കാണുന്ന ചില ആൾക്കാരുണ്ട്. ഒരു എന്താ പറയുക, ചിലപ്പോൾ ഒരു പ്രൊമോഷൻ, ഒരു റീൽ, ഒരു 30 സെക്കൻഡോ 60 സെക്കൻഡുള്ള ഒരു ഒറ്റ റീലിന് ആ ഒരു റീൽ പ്രൊമോഷന് ചിലർ വാങ്ങുന്നത് 10,000-10,000 രൂപയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 20,000-30,000 രൂപയൊക്കെ ആയിരിക്കും അവർ വാങ്ങുക. പക്ഷേ ഇവരെ കൊണ്ടിട്ട് ഒരു സിനിമയുടെ അല്ലെങ്കിൽ ഒരു സോങ്ങിൻ്റെ പ്രൊമോഷന് ₹300 മാത്രം കൊടുത്തിട്ടുള്ള ഒരു പരിപാടി കുറച്ച് നാളുകൾക്ക് മുന്നേ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും, വേറെ പ്രൊമോഷൻസ് കിട്ടും, അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ₹1,00,000 സമ്മാനമുണ്ട്. ഇതിൻ്റെ ഈ ഒരു കോൺടെസ്റ്റിൻ്റെ സംഭവം വന്നപ്പം ആ ഒരു കോൺടെസ്റ്റിന് ₹1,00,000 കിട്ടുമെന്ന് പറഞ്ഞിട്ട് മുമ്പിച്ചിട്ട് പോയ വേറെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു സീരീസ് ഓഫ് ഭാഗമായിട്ട് വന്നിരിക്കുന്ന വേറൊരു പരിപാടിയാണ് മാർക്കോടേത്. ഓക്കെ, മാർക്കോ സിനിമ ഇറങ്ങുമ്പോഴത്തേക്കിന് ഓഡിയൻസിനെ എല്ലാം ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഓഡിയൻസിനോട് ഒരു നന്മ വിതറിക്കൊണ്ടുള്ള കുറച്ച് ടീംസ് അല്ലെങ്കിൽ അങ്ങനത്തുള്ള പോസ്റ്റുകളാണ് ഇവർ കാണിച്ചിട്ടുള്ളത്. പക്ഷേ നല്ല രീതിയിൽ ആദ്യവും അവസാനമൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മൂഞ്ചി തെറ്റി പോകുന്നുണ്ട്. പിന്നീട് ഓരോന്നിന് അയ്യോ സോറി അത് ഇത് എന്നൊക്കെ വന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പോൾ ഈ ഒരു കോൺടെസ്റ്റിനകത്ത് പറയുമ്പോഴത്തേക്കിന് മാർക്കോടെ ടീസർ റീക്രിയേഷൻ ഫെസ്റ്റ്, ഇതിൻ്റെ അവാർഡ് കാറ്റഗറീസ് പറയുന്നത് ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് പ്രൊഡ്യൂസർ, ബെസ്റ്റ് ക്യാമറ, ബെസ്റ്റ് ആർട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവർ എന്താ പറയുക പ്രൈസായിട്ട് കൊടുക്കാനിരിക്കുന്നത്, അല്ലെങ്കിൽ അവാർഡ് കാറ്റഗറീസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ കുറേ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പം അവരെല്ലാം നല്ല രീതിയിൽ ഇതിന് എഫേർട്ട് എടുത്ത് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ കിഡിലായിട്ട് കുറേ ആൾക്കാർ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ള കാര്യം പറയാമല്ലോ, നമ്മൾ ചെയ്തിട്ടില്ല, നമ്മൾ അറിയാമല്ലോ, നമ്മളിപ്പം ഇതിൽ തന്നെ യൂട്യൂബിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് അങ്ങോട്ടേക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പോകാൻ പറ്റുന്നുള്ളൂ. അപ്പം അങ്ങനെ കുറേ ആൾക്കാർ നല്ല രീതിയിൽ പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ വേറൊരു അനൗൺസ്മെൻറ്റ് വന്ന് ആ അനൗൺസ്മെൻറ്റ് പോസ്റ്റ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് മാർക്കോ റീക്രിയേഷൻ ഫെസ്റ്റ് റിവാർഡ്സ് ആൻഡ് റിസൾട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടേക്കുന്നതാണ്. ദ മാർക്കോ റീക്രിയേഷൻ ഫെസ്റ്റ് ഹാസ് ബീൻ ഫിനോമിനൽ സക്സസ് വിത്ത് ഹൺഡ്രഡ്സ് ഓഫ് അമേസിംഗ് എൻട്രീസ് pouring in from talented participants like you. Choosing the best among them was a daunting task for our esteemed panel, which included actor Unni Mukundan, producer Sherif Mohammed, and director Hanif Adeni. We personally reviewed every single submission, and after much deliberation we came to heartfelt decision. Everyone is a winner. This decision reflects how deeply we value your creativity, passion, and above all your unwavering support. Okay, അപ്പോൾ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. യുവർ ഇൻക്രെഡിബിൾ റെസ്പോൺസ് ടു ദിസ് ഫെസ്റ്റ് ഹാസ് ട്രൂലി ഇൻസ്പയർഡ് us to celebrate your efforts. All participants will receive എ സ്പെഷ്യൽ അവാർഡ്. അപ്പം വാട്ട്സ് നെക്സ്റ്റ്, ഇനി എന്താണ് അടുത്തതെന്നുള്ളത്? യു വിൽ റിസീവ് എ സർട്ടിഫിക്കേഷൻ ഫ്രം മാർക്കോ ടീം ആൻഡ് ഡീറ്റെയിൽസ് വിൽ ബി മെയിൽഡ് സൂൺ. ഓക്കെ, മാർക്കോ ടീമിൻ്റെ ഒരു മെയിൽ വരും ഇവർക്ക്.
ഇനി ആൻഡ് ഹിയർ ഇസ് ദ ബെസ്റ്റ് വേ ടു കീപ് ദ സ്പിരിറ്റ് അലൈവ്. മേക്ക് ഷുവർ ടു എൻജോയ് മാർക്കോ ഇൻ തിയേറ്റേഴ്സ് ഓൺ December 20th ആൻഡ് കണ്ടിന്യൂ യുവർ അമേസിംഗ് സപ്പോർട്ട് ടുഗദർ. ലെറ്റ്സ് മേക്ക് മാർക്കോ ആൻ അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ്. സംഭവം ഇത്രയേ ഉള്ളൂ. നൈസായിട്ട് ₹1 പോലും ചിലവില്ലാതെ ഇത്രയും റീൽസ് ക്രിയേറ്റേഴ്സിനെ കൊണ്ടിട്ട് നല്ല പ്രൊമോഷനും കാര്യങ്ങളും അവർ ചെയ്യിപ്പിച്ചെടുത്തു. ₹1 പോലും ചിലവില്ലാതെ. എന്നിട്ടൊരു പോസ്റ്റ് ഇട്ടാൽ മതിയല്ലോ, നിങ്ങളെല്ലാവരും നല്ല ക്രിയേറ്റേഴ്സാണ്, നിങ്ങളെല്ലാവരും എല്ലാവർക്കും ഫസ്റ്റ് പ്രൈസ് ആണെന്നൊക്കെ ഉള്ളത്. എന്നാൽ പിന്നെ ഇങ്ങനെ കോൺടെസ്റ്റ് വെക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞാൽ പോരായിരുന്നത്? ഇത്ര എഫേർട്ട് എടുത്ത് ഓരോ ആൾക്കാർ എഫേർട്ട് എടുത്ത് സംഭവങ്ങളൊക്കെ ചെയ്തേക്കുന്നത് അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഈ സിനിമയിൽ എത്താൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇത്ര എഫേർട്ട് എടുത്തേക്കുന്നത്. പലരും എടുത്തേക്കുന്നത്, നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവന്മാരൊക്കെ വിളിച്ചിട്ട് പറയണത് എൻ്റെ പൊന്നളിയ ഉള്ള എന്താ പറയുക നിക്കറ് കീറിയിട്ടൊക്കെ എടുത്തേക്കുന്നത്. കുറേ ആൾക്കാർ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ₹1 പോലും ചിലവില്ല ഇങ്ങനൊരു കോൺടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിട്ട് നിങ്ങൾ പറയാണ് ലാസ്റ്റ് ഇങ്ങനൊരു വിന്നർ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടല്ലേ എല്ലാവരും. ശരി, നിങ്ങൾ എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ കൊടുക്കുന്ന അതായത് മാർക്കോ ടീമിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടുമെന്ന്. ഈ സർട്ടിഫിക്കേഷൻ വെച്ച് എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക്? വീട്ടിൽ ഏതെങ്കിലും കടയിൽ പോയിട്ട് മാർക്കോ ടീമിൻ്റെ സർട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് കാണിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് അരി വാങ്ങി തിന്നാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പം നിങ്ങളിത് ചുമ്മാ ആൾക്കാരുടെ കണ്ണിൽ പൂടിയിടാനുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഷെരീഫ് എന്ന് പറയുന്ന ആൾ ഇട്ടേക്കുന്ന ആ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. വി കൈൻഡ്ലി റിക്വസ്റ്റ് എവരിവൺ ടു റീഫ്രെയിൻ ഫ്രം സ്പ്രെഡിങ് ഹേറ്റ്. വി വിൽ കം അപ്പ് വിത്ത് എ comprehensive solution and will provide an update shortly. We sincerely value your opinion and continued support. Stay tuned. ഓക്കെ, ഇപ്പോൾ ആൾക്കാർ ഹേറ്റ് സ്പ്രെഡ് ചെയ്യുകയാണെന്നുള്ളത് അല്ല, നിങ്ങൾ കാണിച്ച മുമ്പിത്തരത്തിന് ഒന്നും പറയാനില്ല അല്ലേ? ഇത്രയും പേരുടെ കഷ്ടപ്പാടിന് ഒരു വില ഇല്ലാതാക്കിയിട്ട് നിങ്ങൾ പറയണ എല്ലാവരും ഹേറ്റ് സ്പ്രെഡ് ചെയ്യാൻ. ആൾക്കാർ പറയൂടെ, അതിന് കുറച്ച് കമൻറ്റ് ചെയ്യാൻ വായിക്കാം. ഒന്നുമല്ലെങ്കിലും ഇല്ലാത്ത പൈസ മുടക്കി ചെയ്തതാണ്, അതും എക്സാമിൻ്റെ ഒക്കെ ഇടയിൽ ഇല്ലാത്ത സമയം നോക്കിയിട്ടാണ് ചെയ്തത്. പറ്റാവുന്ന പോലെ കഷ്ടപ്പെട്ട് ഒരെണ്ണം ചെയ്തു. ഗ്രീറ്റ് ആൻഡ് മീറ്റ് ഇവൻറ്റിലേക്ക് ഇൻവിറ്റേഷൻ വന്നു, ബാക്കി ഡീറ്റെയിൽസ് പിന്നെ അയക്കാമെന്ന് പറഞ്ഞ മെയിൽ വന്നതാണ്. ആവശ്യത്തിന് പ്രൊമോഷൻ കിട്ടിയപ്പോൾ നൈസായിട്ട് കുത്ത്. ഇതിപ്പോൾ സദ്യക്ക് ഇല വിരിച്ചിട്ട് ചോറിലാന്ന് പറഞ്ഞ പോലെയായി. ഉള്ള കാര്യം പറയാം, ഇത് വളരെ മോശമായി പോയി. ഓക്കെ, എന്നിട്ട് അടുത്ത ആളുടെ ഞാനൊരു വീഡിയോയുടെ ആർട്ട് വർക്ക് ചെയ്ത വ്യക്തിയാണ്. ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ കഷ്ടപ്പാടുണ്ടെന്ന് ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തികൾക്കറിയാം. അവരുടെ അത്രയും അല്ലെങ്കിൽ കൂടിയും ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഓരോ വ്യക്തികളും വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് അയച്ചത്. നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായത്തെ മാനിക്കുന്നവരാണെന്ന് പറയുന്നുണ്ടല്ലോ. ഈ കാര്യത്തിലാണ് നിങ്ങൾ ആ മാന്യത ഏറ്റവും കൂടുതൽ കാണിക്കേണ്ടത്. സത്യം, കഴിഞ്ഞ 2 ദിവസമായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് നോക്കിയിരിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. ഈ കൂട്ടത്തിൽ അവരെ എല്ലാം കോമാളികളാക്കുന്ന മോശം പരിപാടിയാണ് നിങ്ങൾ കാണിക്കുന്നത്. ഉണ്ണി മുതൽ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ഞങ്ങൾ കാണുന്നുണ്ടെന്നും ഞങ്ങളുടെ ഓരോ വീഡിയോസ് കണ്ടിട്ട് ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ അതിനെ വിലയിരുത്തിക്കൊണ്ട് ഇരിക്കുവാണെന്നും പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലെന്തെങ്കിലും സത്യം ഉണ്ടെങ്കിലും നിങ്ങളെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കണം. നിങ്ങളും ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ എല്ലാവരെയും പോലെ ഞങ്ങൾക്കും പറയേണ്ടി വരും. 10 പൈസ ചിലവില്ലാതെ ഇത്രയും നഷ്ടപ്പെട്ട എല്ലാവരെയും പൊട്ടന്മാരാക്കിക്കൊണ്ട് നിങ്ങൾ ഫ്രീ പ്രൊമോഷൻ ചെയ്തതാണെന്ന്. ഓക്കെ, അപ്പം ഓരോരുത്തർ അവരുടെ എഫേർട്ട് കാര്യങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. കാര്യം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഇങ്ങനൊരു സാധനം പ്രോഡക്റ്റ് ഉണ്ടാക്കി നമ്മൾ വെച്ചിട്ട് ഇതിന് ഒരു വാല്യൂ ഇല്ലാതാക്കുന്ന ഒരു പരിപാടിയല്ല ചെയ്തേക്കുന്നത്. ഇപ്പോഴും നിങ്ങൾ ആലോചിച്ചു, ഈ റീൽസ് ക്രിയേറ്റേഴ്സ് മൊത്തം ഒരു പൊട്ടന്മാരാണെന്ന് നിങ്ങൾ വിചാരിച്ചേക്കുന്നത്? അല്ല, അറിയാൻ മേലത്തോണ്ട് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് തോന്നുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടോ റീൽസ് ക്രിയേറ്റേഴ്സ് അല്ലേ, അവരെ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. സിനിമ സ്വപ്നം കാണുന്നതല്ലേ. അപ്പോൾ സിനിമാക്കാർക്കെതിരെ ഒന്നും പറയില്ലല്ലോ. സിനിമയെ റിലേറ്റഡ് ആയിട്ടുള്ള ഈ സാധനത്തെ പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പടത്തിൽ കയറുന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. കാര്യം നമുക്ക് അവരുടെ ഒരു നെഗറ്റീവ് ഉണ്ടായില്ലേ, പിന്നെ നമ്മളെ എങ്ങനെ എടുക്കാനാണ്? ഇപ്പോൾ ഈ എന്നെ തന്നെ ഒരിക്കലും പടത്തിൽ എടുക്കൂല. അതറിയാവുന്നതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ധൈര്യമായിട്ടിരുന്ന് വെട്ടി തുറന്ന് കാര്യം സംസാരിക്കുന്നത്. ഓക്കെ, ഷുഗർ കോട്ട് ചെയ്ത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എനിക്കത് പറയാൻ സൗകര്യമില്ല, അത്രയേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആൾക്കാർ നല്ല പ്രതിഷേധം അറിയിച്ചതിനെ തുടർന്ന് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മാർക്കോ റീക്രിയേഷൻ ഫെസ്റ്റ് വിന്നേഴ്സ് അനൗൺസ്മെൻറ്റ് അപ്ഡേറ്റ്. വി എക്സ്റ്റെൻഡ് അവർ ഹാർട്ട്ഫെൽറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ആൾ പാർട്ടിസിപ്പൻസ് ഫോർ മേക്കിംഗ് ദിസ് കോമ്പറ്റീഷൻ എ resounding success. We understand there was anticipation around the announcement of winners and we truly appreciate your reviews. We did inform that it was very difficult to select the best considering this was never a competition but a celebration of our thrill for bring out a good teaser. അപ്പോൾ ഇത് കോമ്പറ്റീഷൻ അല്ലായിരുന്നു അല്ലേ? ഓക്കെ. Nevertheless, as always, Cubes and UMF will do what the audience want and wish for because the audience is the boss is what we believe at our office. ഓക്കെ, ഓഫീസാണ് ഈ പറയുന്ന പോലെ ഓഡിയൻസ് ആണ് ബോസ് എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്കുണ്ട്. മാക്സിമം ഈ പറയുന്ന പ്രേക്ഷകരെ സോഫ്റ്റ് കോർണർ ചെയ്ത് എന്താ പറയുക ഷുഗർ കോട്ട് ചെയ്ത് മാക്സിമം കുറേ പോസ്റ്റ് കാര്യങ്ങൾക്ക് ഇവർ ഇടുന്നുണ്ട്. വി ഹിയർ ബൈ അനൗൺസ് ദ ബെസ്റ്റ് ഓഫ് ദ പാർട്ടിസിപ്പൻസ് ബട്ട് ആൾസോ ദ
ആൾസോ ടു മെൻഷൻ ദാറ്റ് വി truly appreciate all the participants and each work matters to us. You may have your favorite, but there are but here are ours. ഓക്കെ, അത് ഇവരുടെ ചോയ്സാണ്. ഇവർക്കാണ് തിരഞ്ഞെടുക്കാൻ ഇഷ്ടമുള്ള ക്രിയേറ്റർ. ഇവർക്ക് നോക്കിയിട്ട് ആരെ വേണമെങ്കിൽ ഇവർക്ക് തിരഞ്ഞെടുക്കാം. അത് ഇവരുടെ ചോയ്സാണ്. എല്ലാവർക്കും പ്രത്യേകിച്ചൊന്നും പറയേണ്ടതും കാര്യമില്ലടി. ഓക്കെ, ഇപ്പം ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു സാധനമുണ്ട്. ഇപ്പം ഇതിനകത്ത് ഇട്ടേക്കുന്ന ഒരു സാധനമാണ്. ഇപ്പം ഒരു ക്രിയേറ്ററിനെ ഇപ്പോൾ ഒരു ആൾക്കാർ അവാർഡ് കൊടുക്കുന്നു, ഫസ്റ്റ് പ്രൈസ് എന്നുള്ള ഇതാക്കി കൊടുക്കുന്നു. ബാക്കിയുള്ളവരുടെ ആരുടെ എഫേർട്ട് ഇല്ല എന്ന് കാണുന്നില്ല, കണ്ണടച്ച് കാണുന്നില്ല. അത് നമ്മൾ അതിനെ വാല്യൂ ചെയ്യുന്നുണ്ട്, അപ്രിഷ്യേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പിന്നെ ഒരു മെയിൽ അയക്കാൻ തുടങ്ങി. ദാറ്റ്സ് ഓക്കെ ഫൈൻ. അത് മാന്യമായിട്ടുള്ളൊരു പരിപാടി. പക്ഷേ നിങ്ങൾ ഈ ചെയ്തേക്കുന്നത് എന്താണ്? ഇതിനെല്ലാം കഴിഞ്ഞിട്ട് എന്നിട്ട് ഇതിനകത്തിലെ ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് പ്രൊഡ്യൂസർ, ബെസ്റ്റ് ക്യാമറ, ബെസ്റ്റ് ആർട്ട് എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. യദു കൃഷ്ണ എന്ന് പറയുന്ന ഒരാൾക്കാണ് ബെസ്റ്റ് ആക്ടറായിട്ട് കിട്ടിയേക്കുന്നത്. പറ്റുകയെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ താഴെ കൊടുക്കാം. ഓക്കെ, അപ്പം ഇതിനകത്ത് ഈ ഒരു ആക്ടറിൻ്റെ ഇതിനെ പറ്റിയിട്ടൊന്നും പറയേണ്ട, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അത്ര ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു വീഡിയോനെ പറ്റിയിട്ട് ബാക്കിയുള്ളവരുടെ വീഡിയോനെ പറ്റിയിട്ടും കമ്പാരിസൺ ഞാൻ നടന്ന അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. കാര്യം നമ്മൾ ആസ് എ ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ പറയുന്നിട്ടൊരിക്കലും ശരിയാണെന്ന് തോന്നുന്നില്ല. ആസ് എ വ്യൂവർ മാത്രമായിരുന്നെങ്കിൽ എനിക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ താഴെ വന്നേക്കുന്ന കുറച്ച് കമൻ്റ് ഉണ്ട്. ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ വേഴ്സ്റ്റ് ആക്ടർ. എവിടെ നോക്കിയാണോ ആളെ സെലക്ട് ചെയ്ത് വല്ലാത്തൊരു സെലക്ഷൻ ആയിപ്പോയി നിങ്ങളുടെ. നല്ല ഊമ്പിയ റിസൾട്ട് ഇതിൻ്റെ ടീം ബാക്കിയൊന്നും കണ്ടില്ല. ഷെയിം ഓൺ യു മാർക്കോ ടീംസ്. ഇത് തീർത്തും അന്യായമാണ്. ഈ ടീസർ റീക്രിയേഷൻ മത്സരത്തിനുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർണ്ണമായും പിഴവുള്ളതാണെന്ന് വിധിയുടെ അടിസ്ഥാന ബോധമുള്ള ആർക്കും വ്യക്തമാണ്. ഈ മത്സരത്തിലും മാർക്കോ ടീമിലും വിശ്വാസം അർപ്പിച്ച എണ്ണമറ്റ യുവാക്കൾ നടത്തിയ പരിശ്രമവും കഠിനാധ്വാനവും പൂർണ്ണമായി അവഗണിക്കപ്പെട്ടു. അനേകം പ്രതിഭകൾ സമയം, പണം, ഊർജ്ജം, അഭിനിവേശം എന്നിവ അവസരം വാഗ്ദാനം ചെയ്യുന്ന ഒന്നിലേക്ക് നിക്ഷേപിക്കുന്നത് കാണുന്നത് ഹൃദയഭേദകമാണ്. മത്സരത്തിൻ്റെ സമഗ്രതയിൽ വിശ്വസിക്കുന്ന യുവാക്കൾക്ക് ഇത് ഭയാനകമായ സന്ദേശമാണ് നൽകുന്നത്. എല്ലാ ചെറുപ്പക്കാർക്കും സിനിമാ പ്രേമികൾക്കും ഇതൊരു കഠിനവും എന്നാൽ വിലപ്പെട്ടതുമായ പാഠമാണ്. തെറ്റിദ്ധരിക്കപ്പെടുന്ന ഇത്തരം വാഗ്ദാനങ്ങളിൽ ഒരിക്കലും വീഴരുത്. ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്തും പറയാനുള്ളത്. നമ്മൾ റീൽസ് ക്രിയേറ്റേഴ്സിൻ്റെ അടുത്താണ് പറയുന്നത്. നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരൊറ്റ കാര്യമാണ് പറയുന്നത്. സിനിമയിലെത്താനെ കൊണ്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ കോൺടസ്റ്റിൽ പോയിട്ട് ഇവന്മാരുടെ ഈ തൊലിഞ്ഞ പരിപാടിക്കകത്തെല്ലാം പോയിട്ട് കയറിയിട്ടൊന്നും ഒരു കാര്യമില്ല. കാര്യം ഇതുപോലെ എത്ര ഇൻസിഡൻസ് ഉണ്ടാകുന്നതാണ്. നിങ്ങൾ തന്നെ ഫ്രണ്ട്സിനോട് ചോദിച്ചു. നമ്മൾ കുറേ കാണുന്നതല്ലേ, കുറേ പ്രൊമോഷൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ സിനിമയുടെ അത് ഇത് മാങ്ങ തേങ്ങ ചക്കാന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ഗുണം ഉണ്ടാകുന്നുണ്ടോ? അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല ഇൻഫ്ലുവൻസേഴ്സ് സിനിമയിൽ എത്തുന്നുണ്ട്. ക്രൗഡ് പുള്ളേഴ്സ് ആയിട്ടുള്ള ചില ഇൻഫ്ലുവൻസേഴ്സ്, ചില ക്രിയേറ്റേഴ്സ്, അവർക്ക് അത്രത്തോളം അഭിനയം വശം ഉണ്ടാവണമെന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ക്രൗഡ് പുള്ളേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ സിനിമയിലോട്ട് എത്തുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക്, അല്ലെങ്കിൽ അവരൊരു സ്റ്റേജിൽ കയറി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് ആർക്ക് വിളിക്കാൻ ഒരു 100 പേരുണ്ടാവും. അതേ അവർ ഒരു സ്ക്രീനിലെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി കൈയടിക്കാൻ, അവർക്ക് ഇഷ്ടമുള്ള, അവർക്ക് പരിചയമുള്ള ആ ഒരു മുഖത്തെ കാണാൻ വേണ്ടിയിട്ട് ക്യൂരിയസ് ആയിട്ട് ആൾക്കാർ കയറി വരും തിയേറ്ററിൽ. അവർക്ക് അഭിനയം അറിയത്തില്ലേ, അത് രണ്ടാമത്തെ കാര്യം. അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ ഒപ്പിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് അവർ സിനിമയിൽ നിൽക്കും. പക്ഷേ അവർ ക്രൗഡ് പുള്ളർ ആയിരിക്കണം. തൊട്ടിപ്പുറത്ത് വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള അവരെക്കാട്ടിൽ അഭിനയിക്കാൻ അറിയാവുന്ന ആൾക്കാർ അപ്പുറത്തുണ്ടെങ്കിൽ പോലും അവർക്ക് ചാൻസ് കിട്ടണമെന്നില്ല. കാരണം അവരാരും ക്രൗഡ് പുള്ളറല്ല. ഓക്കെ, ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു ടാലൻറ്റ് ഷോക്കേസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ക്രൗഡ് പുള്ളർ ആവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിനിമയിലോട്ടുള്ള സാധ്യതകൾ വളരെ എളുപ്പമായിരിക്കും എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇത്രയും നാൾ നോക്കിയതിൽ വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത്രയും കോൺടസ്റ്റിൽ പോയി പെട്ടിട്ട് അറിയാമല്ലോ, അണ്ണാക്കലടിച്ച് കിട്ടും. നമ്മുടെ ചുമ്മാ ഉള്ള സമയം പോവും, എഫേർട്ട് പോവും. ഈ പറയുന്ന പോലെ നമ്മൾ പൈസ മുടക്കി കുറേ ആൾക്കാർ നല്ല പൈസ ഇറക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവരുടെ എല്ലാം പൈസയും പോയി. എന്ത് ഗുണം? എന്നിട്ട് എന്താ കിട്ടുക? നമുക്ക് കുറച്ച് നല്ല കമൻറ്റ്സ് കാര്യങ്ങൾ കിട്ടും, അവിടെ നല്ല വർക്കായിരുന്നു എന്നൊക്കെ. എന്നിട്ട് എന്താണ് ഗുണം? നമുക്കതിനെ കൊണ്ട് ഫ്യൂച്ചർ ഉണ്ടാവണ്ടേ? ഇത്ര നിങ്ങളിടുന്ന കണ്ടൻസ് നിങ്ങൾക്കൊരു ക്രൗഡ് പുള്ളർ ആവാൻ പറ്റുന്നൊരു ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ബെസ്റ്റ് വേ അതാണ്. നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. നിങ്ങളുടെ കണ്ടൻറ്റ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. കിട്ടാനുള്ള നിങ്ങളെ തേടി എത്തേണ്ടതാണെങ്കിൽ എത്തുക തന്നെ ചെയ്യും. നിങ്ങൾ തേടി പോകേണ്ട ആവശ്യം വരില്ലടേ.